ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്നൊരു സ്നാക്ക് ഐറ്റമാണ് കേട്ടോ പഴംപൊരി. അതുകൊണ്ട് ഞങ്ങളിത് മിക്കവാറും ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് വൈകുന്നേരം സ്പെഷ്യലായിട്ട് പഴംപൊരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിക്കോ. എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ വെറൈറ്റി ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ എല്ലാവരും ഇടുന്ന പോലെ കുറച്ച് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ക്രിസ്പിനെസ് തോന്നാൻ വേണ്ടി, ക്രിസ്മസ് തോന്നുമല്ല, ക്രിസ്പി ആകും. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓരോ സാധനങ്ങൾ ഇടുമ്പോഴും അതിൻ്റെ ബാക്കിൽ കുറേ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനെല്ലാം മറുപടി പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ പഞ്ചസാര ഇടാൻ നോക്കിയപ്പോൾ തീർന്നിരിക്കുകയായിരുന്നു. പിന്നെ അത് ഫില്ല് ചെയ്യുന്ന സമയത്ത് കൈ കൊണ്ട് വന്നപ്പോൾ ഞാൻ പറപ്പിച്ച് വിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു നുള്ളുപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതാ സ്പൂൺ യൂസ് ചെയ്ത് ഇങ്ങനെ ഇളക്കുക. സ്പൂൺ യൂസ് ചെയ്ത് മടുത്തതിന് ശേഷം ഞാൻ കൈ കൊണ്ടാക്കി പരിപാടി കേട്ടോ. നമുക്ക് കൈയേ പറ്റുള്ളല്ലോ. അങ്ങനെ കുഴച്ച് ഈ ഒരു പരുവത്തിലെത്തിച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഈ ഒരു പരുവത്തിലേക്ക് വന്ന് പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെല്ലാം ഒന്ന് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് അത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ എണ്ണ ചൂടാവാനായിട്ട് വെക്കുന്നുണ്ട്. അതൊന്ന് ചൂടാവട്ടെ. ആ ടൈമിൽ ഞാൻ ടിഷ്യൂ പേപ്പർ എടുത്തപ്പോഴത്തേനും അയാൻ പറഞ്ഞു, ഞാൻ ഇതെടുത്താൽ ഇങ്ങനെ വരില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ അവനെ അതെല്ലാം ഒന്ന് കാണിച്ചൊക്കെ കൊടുത്തു. അതിൻ്റെ ഇടയ്ക്ക് അയിമക്കുട്ടി ഒരു പടമൊക്കെ വരച്ചുകൊണ്ട് വന്നിട്ടപ്പോൾ ഞാൻ ഈ പഴം മുറിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ചെരിച്ചാണ്. ഇങ്ങനെ മുറിക്കുമ്പോൾ കൂടുതൽ പീസ് കിട്ടുന്നുണ്ടോ എന്ന് എനിക്കങ്ങനെ പലപ്പോഴും തോന്നാറുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതെൻ്റെ മാത്രം തോന്നലാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആ കൊച്ചിനെ ഇളക്കാൻ തുടങ്ങിയിട്ടുണ്ടായാനേ. അങ്ങനെ നമ്മുടെ എണ്ണ ചൂടായപ്പോൾ ഓരോ പഴവും മാവിൽ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ നമ്മുടെ ഓരോ പഴംപൊരിയല്ല, പഴവും മാവിൽ മുക്കി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാം ഇട്ട് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് സെറ്റായി വന്നപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. തിരിച്ചിടുന്നതൊരു യുദ്ധമാണ് നടക്കുന്നത് കേട്ടോ. കാരണം പാത്രം ഇച്ചിരി ചെറുതായിപ്പോയി. പിന്നെ ഒരു വിധത്തിലൊക്കെ മറിച്ചൊക്കെ ഇട്ടു. ഇനിയിപ്പോൾ ഇത്തിരി കട്ടൻ ചായ ഇടണം. എന്നാലല്ലേ നമുക്ക് വൈകുന്നേരത്തിൻ്റെ ഒരു ഫീൽ കിട്ടത്തുള്ളൂ. അപ്പോൾ കുറച്ച് വെള്ളം എടുത്തു. ഇനിയിപ്പോൾ ഇത്തിരി തേയിലയും പഞ്ചാരയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കട്ടൻ ചായ റെഡിയായി. ഇനി ടേസ്റ്റ് ചെയ്യാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരു രക്ഷയില്ല. വായെല്ലാം പൊള്ളിയാകെ നാശമായിപ്പോയി കേട്ടോ. പിന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരിയാണ്. അപ്പോൾ ഈ രീതിയിൽ ചെയ്തിട്ടില്ലാത്തവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ഞാൻ ഈ പഴംപൊരി തിന്നട്ടോ. ഓക്കെ, ബൈ.